ഈ CJPയുടെ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധി ഇഷ മറിയം തത്സമയം ചേരുന്നു. ദേശീയ തലത്തിൽ ആണ് പല ഈ ഒരു മൂവ്മെന്റിന്റെ ഭാഗമായി അറിയിപ്പുകളൊക്കെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധിയാണ് ഇഷ. ഇപ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റ് നോക്കുമ്പോൾ തന്നെ അറിയാം പല വിഷയങ്ങളിലും, അതിപ്പോൾ നീറ്റ് വിഷയത്തിൽ മാത്രമല്ല, ഏറ്റവും പുതിയതായി മാലിന്യ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് അവർ തോറ്റുപോയ പല വിഷയങ്ങളും നിങ്ങൾ ഉയർത്തിക്കാട്ടുന്നുണ്ട്. യുവാക്കളെ സംബന്ധിച്ച് ഏതൊക്കെ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടണമോ അതിലെല്ലാം ശ്രദ്ധ ചെലുത്തണമെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. കേരളത്തിൽ ഒരു പ്രത്യേക വിഷയത്തിൽ ഇനി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ? കേരളത്തിലെ പ്രവർത്തനം എങ്ങനെയായിരിക്കും, അതാദ്യം പറയാമോ? നമ്മളിപ്പോൾ ആദ്യം റിയലൈസ് ചെയ്യേണ്ട കാര്യം, ഇത് ഒരാഴ്ച പോലും ആയിട്ടില്ല തുടങ്ങിയിട്ട്. നമ്മൾ ഇത് ഒരു സെൻട്രലി ചെയ്യുന്ന, ലൈക്ക് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യുന്ന ഒരു കാര്യമല്ലാത്തത് കൊണ്ട് നമ്മൾ തന്നെ ഓർഗനൈസ് ചെയ്യണം. അപ്പോൾ ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നമ്മളെപ്പോലെ ഇതിൽ താല്പര്യമുള്ള ആൾക്കാരെ കണ്ടുപിടിക്കുക, അവരെ എല്ലാം ചേർക്കുക, അവരെ ജില്ലാ വൈസ് തിരിക്കുക, അങ്ങനെ ഓരോ റോൾ അസൈൻ ചെയ്യുക, പ്രസിഡന്റ്, സെക്രട്ടറി, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഇപ്പം നിലവിൽ നമ്മൾ എടുത്തിരിക്കുന്ന കേരളത്തിലെ നമ്മുടെ CJP കേരളം ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് സ്കൂൾ സ്റ്റുഡൻസ്, അതായത് അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ്, അതുപോലെ തന്നെ നീറ്റ്, അത് ഉറപ്പായിട്ടുണ്ട്, ബിക്കോസ് അത് നാഷണൽ ലെവലിൽ തന്നെ നമ്മുടെ ഒരു മെയിൻ ഇതാണ്. അതുപോലെ പൊല്യൂഷൻ, ഈ മൂന്നെണ്ണമാണ് നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഓർഗനൈസ്ഡ് ആയി ഒന്ന് സെറ്റിൽ ആവുന്നവരെ വെറും ദിവസങ്ങളല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ കൂടുതൽ കാര്യങ്ങളെപ്പറ്റി നമ്മുടെ സംസാരങ്ങൾ നടക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കേരള സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതെന്ന് നമ്മൾ അറിയിക്കുന്നതായിരിക്കും. ഇഷ, നിങ്ങളുടെ ആദ്യത്തെ ഒരു അക്കൗണ്ട് തന്നെ, എക്സ് അക്കൗണ്ട് തന്നെ പൂട്ടുന്ന നടപടിയിലേക്കാണ് കേന്ദ്ര സർക്കാർ കടന്നത്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും പൂട്ടാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു രജിസ്റ്റേർഡ് പാർട്ടിയല്ല, ഇതൊരു മൂവ്മെന്റ് ആണ് എന്നുള്ളത്. ഇപ്പോൾ BJPക്കാരെ സംബന്ധിച്ച് അവർ പേടിക്കുന്നുണ്ടോ എന്നറിയില്ല. ഇപ്പോൾ നേപ്പാളിലൊക്കെ ഉയർന്നു വന്ന ഒരു ജെൻസി മൂവ്മെന്റ്, അത് വയലന്റ് ആയ ഒരു മോഡിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടു. പക്ഷേ അതാണോ അവരുടെ ഭയം, അല്ലെങ്കിൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു യുവാക്കളുടെ ഒരു മൂവ്മെന്റിനെ ഈ കേന്ദ്ര സർക്കാർ എന്തിനായിരിക്കും ഇത്രയും ഭയപ്പെടുന്നത്? ഒരു പക്ഷേ ഈ ജെൻസി റെവല്യൂഷൻ നേപ്പാളിൽ നടന്ന പോലെ നടക്കും, ലൈക്ക് വയലൻ്റ് ആയിട്ട് നടക്കുമെന്നൊരു ഭയം ഉണ്ടായിരിക്കാം. പക്ഷെ അത് നമ്മൾ നേരത്തെ ക്ലിയർ ചെയ്തിട്ടുള്ളതാണ്. എനിക്കൊന്ന് സ്റ്റേറ്റസ് കോ നിലനിർത്താനും, ലൈക്ക് അവർക്ക് ആ പവറിൽ ഇപ്പം എന്താണ് ചെയ്യുന്നത് അത് തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കാനായിട്ടൊരു തടസ്സമാണ് ഞങ്ങൾ. സോ മേ ബി അതുകൊണ്ടായിരിക്കാം അവർ ഇപ്പം അത് മെയിൻ അക്കൗണ്ടുകൾ, ഇപ്പം നമ്മൾ പറയുമ്പോൾ എക്സ് അക്കൗണ്ട് നാഷണൽ ലെവലിൽ ലൈക്ക് അഭിജിത് ദിപ്കെ വഴിയുള്ളത്, അതുപോലെ ഇൻസ്റ്റഗ്രാം നമ്മുടെ ഒഫീഷ്യൽ നാഷണൽ ലെവൽ സംഭവം, അത് ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. അതൊക്കെ പറയെങ്കിലും അവിടെ മാത്രമല്ല, ഒഫീഷ്യൽ അക്കൗണ്ട്സിലേക്ക് മേളിൽ നിന്നുള്ള അക്കൗണ്ട്സ് മാത്രമല്ല, ഞങ്ങൾ തന്നെ 10-25 അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഓരോന്ന് സസ്പെൻഡ് ആക്കി വിടുവാണ്. നമുക്ക് നല്ല ഫോളോവേഴ്സുള്ള അക്കൗണ്ട്സ് ഉണ്ടായിരുന്നു.